ഓച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപം ടാറിങ്ങിനായി പൊളിച്ച ഭാഗത്ത് റീടാർ ചെയ്യാത്തതിൽ പ്രതിഷേധം. ഏകദേശം 400 മീറ്ററോളം ഭാഗം 6 മാസമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് അപകടവും പതിവാണ്. ഓച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപമുള്ള 400 മീറ്ററോളം ഭാഗത്തെ റോഡാണ് 6 മാസമായി തകർന്നു കിടക്കുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച ശേഷം ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിനാൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പരമപ്രധാനമായിട്ടുള്ള റോഡാണ് ഓച്ചിറന്ന് കിഴക്കോട്ടുള്ള ഈ ചൂനാട് റോഡ്. എല്ലാം ആലപ്പുഴ ജില്ലകളെ വേർതിരിക്കുന്ന റോഡാണ്. ഇതിന്റെ വടക്കുവശം ഏതാണ്ട് 400 മീറ്ററോളം ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഏതാണ്ട് 4-5 മാസമായി. എന്തിനു വേണ്ടിയാണെന്ന് പോലും ഒരു ഗൂഢമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വരുന്ന ഉദ്യോഗസ്ഥരോടൊത്തോ കോൺട്രാക്ടർ അടുത്തോ ഒക്കെ ഇത് ചോദിക്കുവാണെങ്കിൽ അവരെപ്പോഴും ഇതിന് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. റോഡിലൂടെ വാഹന ഗതാഗതവും കാൽനട യാത്രയും ദുസ്സഹമാണ്. റോഡിന് സമീപത്തു കൂടി റെയിൽവേ ഗേറ്റ് ഉള്ളതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ പേടിയോടെയാണ് ഇതിലൂടെ നടന്നു പോകുന്നതെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നു. സ്കൂട്ടറിനകത്ത് വരുന്ന സ്കൂൾ കുട്ടികളും അധ്യാപകരും ഒക്കെ നിത്യേന വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഈ എഡ്ജിന് കയറി പിടിക്കുമ്പോൾ അത് ഉരുണ്ടടിച്ച് വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് നിയമ നടപടി സ്വീകരിച്ച് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒന്നടങ്കം പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ സംഘടിച്ചത്. റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് പ്രദേശവാസികൾ. ഓച്ചിറ ഞക്കനാൽ ശ്രീനാരായണ സാംസ്കാരിക വേദി പ്രസിഡന്റ് സെയ്ഫ് ഓച്ചിറ, ട്രഷറർ വി ജയദേവൻ, സമദ് സുബൈദ കോട്ടേജ്, ഓച്ചിറ AMS സെക്രട്ടറി ഷാജി മുഴങ്ങോടി തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.